ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശാലിനിയെ കാത്ത് രാജേന്ദ്രൻ ഉമ്മറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അതേസമയം ശാലിനിയുടെ വണ്ടി അവിടെ എത്തിയിരിക്കുന്നു. ശൈലജയും രാജേന്ദ്രനും പരസ്പരം നോക്കി കാറിൽ നിന്നും ശാലിനി ഇറങ്ങി. കാർത്തികയുടെ അച്ഛനും അമ്മയുമല്ലേ എന്നെ ശാലിനി ചോദിക്കുമ്പോൾ അതെ, അവളെ അറിയാമോ എന്ന് രാജേന്ദ്രൻ ചോദിക്കുന്നു. ശാലിനി പറയുന്നു, അറിയാമോന്നോ? നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് നിങ്ങളെ തേടി ഈ ലോകം മുഴുവനും ഓടേണ്ടി വന്നത്. ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് രാജേന്ദ്രൻ പറയുമ്പോൾ ശാലിനി പറയുന്നു, ആദ്യം ഞങ്ങൾക്കും അവളെ മനസ്സിലായില്ല. അച്ഛനും അമ്മയും മരിച്ചതാണ്, ഏതോ ആശ്രമത്തിലാണ് വളർന്നത് എന്നൊക്കെയാണ് അവൾ ഞങ്ങളോട് പറഞ്ഞത്. പിന്നീടാണ് മനസ്സിലായത് അവൾ പറഞ്ഞത് മുഴുവനും കള്ളമാണെന്ന്. അപ്പോൾ ഞങ്ങളുടെ മോള് എന്ന് ശൈലജ ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു, അവളവിടെ സുഖമായിട്ടുണ്ട്, പക്ഷേ അവളെ കൊണ്ട് മറ്റുള്ളവർക്കാണ് സുഖക്കേട്. ഞാൻ ശാലിനി, ജില്ലാ കളക്ടറാണ്. നിങ്ങളുടെ മകൾ ഇപ്പോൾ താമസിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണ്. ഇത് കേട്ട് അവരൊന്ന് ഞെട്ടി. വിവാഹം കഴിച്ചിട്ടില്ല, പക്ഷേ കഴിക്കും. ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും തമ്മിലുള്ള ചെറിയ ഇഷ്ടക്കേട് മുതലെടുത്തോണ്ട് അവൾ അവിടെ കയറി പറ്റിയതാണ്. അങ്ങനെ ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ ശാലിനി അവരോട് പറഞ്ഞു. ആദ്യമായി വിഷ്ണുവും കാർത്തികയും തമ്മിൽ കണ്ടതും പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ കാർത്തിക സത്യഭാമയുടെ വീട്ടിൽ എത്തിപ്പെട്ടതും അങ്ങനെ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. അവിടെ വന്ന് സത്യങ്ങൾ പറഞ്ഞ് അവിടെ വന്ന് അവളെ തിരിച്ച് വിളിച്ചുകൊണ്ട് പോരണം എന്ന് പറയാനാ ഞങ്ങളിപ്പോൾ വന്നത് എന്ന് ശാലിനി പറയുമ്പോൾ രാജേന്ദ്രൻ പറയുന്നു, എനിക്ക് എല്ലാം മനസ്സിലായി. പപ്പിമോള് തന്നെയാണ് ഇങ്ങനൊരു വോയിസ് അയച്ചത്. അങ്ങനെ ആ വോയിസ് രാജേന്ദ്രൻ ശാലിനിയെ കേൾപ്പിച്ചു. കണ്ടില്ലേ അനു, പപ്പിമോള് നമുക്ക് മുന്നേ കാര്യങ്ങൾ നീക്കിയിരിക്കുന്നു എന്ന് ശാലിനി അനുവിനോട് പറയുന്നു. കാർത്തിക വാശിക്കാരിയാണ്. അവൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരെയും വഞ്ചിച്ചിട്ടാ അവൾ ഇവിടെ നിന്നിറങ്ങിയത്. വളർത്തി വലുതാക്കിയ ഞങ്ങളുടെ സങ്കടം അവൾ കാണുന്നില്ല. പിന്നെയാണോ ഒരു ബന്ധവുമില്ലാത്ത നിങ്ങളുടെ സങ്കടത്തിന് അവൾ വില കൽപ്പിക്കുന്നത്? ഇത് കേട്ട് ശൈലജ പറയുന്നു, ഒരുപാട് സ്നേഹിച്ച ഞങ്ങൾ അവളെ വളർത്തിയത്. ഞങ്ങളുടെ സ്നേഹം മുഴുവനും അവൾക്ക് കൊടുത്തു. പക്ഷേ അവൾ ആ സ്നേഹം കൊടുത്തത് മറ്റാർക്കുമാണ്. അവനെ തേടിയാണ് അവൾ ഞങ്ങളെ വിട്ടു പോയത്. പക്ഷേ ആ പോക്ക് നിങ്ങളുടെ കുടുംബം തകർക്കാനാണ് എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല. അനു പറയുന്ന ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞാണ് കാർത്തിക അവിടെ നിൽക്കുന്നത്. മേഡത്തിനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കണമെന്ന് ചിന്തിച്ചിരിക്കുന്ന അമ്മായിയമ്മയുടെ മുന്നിലേക്ക് മേഡത്തെ അടിക്കാനുള്ള നല്ലൊരു വാടി തന്നെയാണ് ഇപ്പോൾ അവിടെ കാർത്തിക. ജനിപ്പിച്ച തന്തയ്ക്കും തള്ളയ്ക്കും ജീവിച്ചിരിക്കുമ്പോൾ ഇരിക്കപ്പിണ്ടം വെച്ചവർക്ക് ആരെയാണ് പേടി? മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെയാവുമെന്നും എന്താവുമെന്നും അവൾക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. നിലനിൽപ്പ്, അതാണ് ലക്ഷ്യം എന്ന് രാജേന്ദ്രൻ പറയുമ്പോൾ ശൈലജ പറയുന്നുണ്ട്, ചെറുപ്പം മുതലേ അവളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. കാര്യം നേടിയെടുക്കാൻ വേണ്ടി എന്തും ചെയ്യും. ഇല്ലെങ്കിൽ നല്ലൊരു മംഗളകർമ്മം നടക്കുന്നതിനിടയിൽ ഞങ്ങളെ കഷ്ടത്തിലാക്കിയിട്ട് അവൾ പോവില്ലായിരുന്നല്ലോ. അന്നത്തെ ആ സംഭവത്തിന് ശേഷം മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങൾ തലയുയർത്തിയിട്ടില്ല. ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. കാർത്തിക അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്കും വിഷ്ണുവേട്ടനും നഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ ജീവിതമാണെന്ന് ശാലിനി പറയുന്നു. മേഡം, ഞങ്ങളിപ്പോൾ എന്താണ് ചെയ്തു തരേണ്ടത്? എന്തിനും ഞങ്ങൾ തയ്യാറാണ് എന്ന് രാജേന്ദ്രൻ പറയുന്നു. എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഞങ്ങളോടൊപ്പം വരണമെന്ന് ശാലിനി അവരോട് പറയുന്നു. കാർത്തിക അവിടെ പറഞ്ഞിരിക്കുന്ന കള്ളങ്ങളെല്ലാം സത്യാമ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അവിടെ ഇപ്പോൾ മേഡത്തിന്റെ ഹസ്ബൻഡിനെ കൊണ്ട് കാർത്തികയുടെ കല്യാണം നടത്താൻ പോവുകയാണ്. അത് തടയണമെന്ന് അനു പറയുന്നുണ്ട്. കാർത്തിക അവിടെ പറഞ്ഞത് കള്ളമാണെന്ന് തിരിച്ചറിയുമ്പോൾ തിരിച്ചു കിട്ടുന്നത് എനിക്ക് എൻ്റെ ജീവിതമാണ്. അല്ലെങ്കിൽ തന്നെ കള്ളങ്ങൾ പറഞ്ഞ് കാർത്തികയ്ക്ക് എത്ര നാൾ അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കും? ഞങ്ങൾ തയ്യാറാണ് മേഡം, എങ്ങോട്ട് വേണമെങ്കിലും വരാം. എല്ലാ സത്യങ്ങളും ആരോട് വേണമെങ്കിലും പറയാം. കാർത്തികയെ പിടിച്ച് വലിച്ചിങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യാം. കാരണം ഞങ്ങൾ മൂലം മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ട് വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും. സംഭവിച്ചതോർത്ത് സങ്കടമുണ്ട്, തീർത്താൽ തീരാത്ത വേദനയുണ്ട്. എല്ലാത്തിനും പ്രായച്ചിത്തമായി ഈ വരവൊരു പരിഹാരമാവുമെങ്കിൽ അത് അങ്ങനെയാകട്ടെ. ശൈലജ, നമുക്ക് ഇവരോടൊപ്പം പോകാം. ഇനി ആർക്കും കാർത്തിക മൂലം അവിടെ ആർക്കും സങ്കടം ഉണ്ടാകരുത്. അവൾ ഉണ്ടാക്കുന്ന സങ്കടങ്ങൾ നമ്മൾ മാത്രം അനുഭവിച്ചാൽ മതി എന്നൊക്കെ സങ്കടത്തോടെ രാജേന്ദ്രൻ പറയുന്നു. ഇതേസമയം പപ്പി കൃഷ്ണന്റെ മുന്നിൽ പ്രാർത്ഥനയുമായി ഇരിക്കുന്നു. എൻ്റെ കൃഷ്ണ, എൻ്റെ പ്രാർത്ഥന മാത്രം എന്താ കേൾക്കാത്തത്? ഞാൻ എന്ത് സങ്കടത്തോടെയാ പറയുന്നത് എന്നറിയാമോ? കൊച്ചുകുട്ടികളുടെ സങ്കടം ഒരുപാട് കേൾക്കുന്ന ആളല്ലേ കണ്ണൻ, പിന്നെ എന്താ എന്നെ മാത്രം മാറ്റി നിർത്തുന്നത്? ഇനി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണോ? അമ്മയോടൊപ്പം എത്ര വട്ടം ഞാൻ ക്ഷേത്രത്തിൽ വന്നിരിക്കുന്നു. ഇനി എന്നെ മറന്നുപോയിട്ടാണോ? കല്യാണം നടത്താനും നടത്താതിരിക്കാനും ഒത്തിരി കഴിവുള്ള ആളല്ലേ? അങ്ങനെയാ ഞാൻ കേട്ടിട്ടുള്ളത്. എന്നിട്ടെന്റെ ഈ കല്യാണം മുടക്കാൻ മാത്രം ഉത്സാഹം കാണിക്കാത്തത്? എത്രയോ ആൾക്കാർക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളല്ലേ. ഇങ്ങനെ ഒരു ചെറിയ കാര്യമല്ലേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. വിഷ്ണു അച്ഛൻ പാവമല്ലേ, ചേച്ചിയമ്മയും പാവമല്ലേ. പരസ്പരം ഇഷ്ടപ്പെടുന്നവരെ കൊണ്ടല്ലേ നമ്മൾ കല്യാണം കഴിപ്പിക്കേണ്ടത്.
ഇതൊക്കെ ഞാൻ പറയാതെ മനസ്സിലാക്കുന്ന ആളല്ലേ കണ്ണൻ. പിന്നെ എന്തിനാ ഇത് ഇങ്ങനെ നടത്താൻ പോകുന്നത്? എനിക്കറിയാം, പപ്പി സത്യാമ്മയും കാർത്തികാൻ്റെയും വന്ന് പറയുന്നുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ തന്നെ ഈ കാര്യം പറയുന്നത്. അതെ, ഞാനൊരു സത്യം പറയട്ടെ, കാർത്തികാൻ്റി നമ്മൾ കാണുന്നത് പോലെയൊന്നും അല്ല, ബാഡ് ഗേളാണ്. പിന്നെ എന്നെ എന്തുമാത്രം ഉപദ്രവിക്കുമെന്ന് അറിയാമോ? ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ? കല്യാണം മുടങ്ങിയാൽ കാർത്തികേൻ്റെ ഇവിടുന്ന് പോവും. എൻ്റെ ചേച്ചിയമ്മ ഈ വീട്ടിലേക്ക് വരികയും ചെയ്യും. ഈ വീട്ടിലേക്ക് വിഷ്ണു അച്ഛൻ്റെ ഭാര്യയായി കാർത്തികേൻ്റെ വരുന്നത് പപ്പിമോൾക്ക് ഇഷ്ടമല്ല. കണ്ണൻ ഇപ്പോൾ വിചാരിക്കും കണ്ണനെ മണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് എന്ന്. അല്ല, വിഷ്ണു അച്ഛനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. എനിക്കിപ്പോൾ കണ്ണനൊരു വാക്ക് തരണം, ഈ കല്യാണം നടത്തിക്കില്ലെന്ന്. കാർത്തികാൻ്റെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ എന്നൊക്കെ പപ്പി ചോദിക്കുന്നുണ്ട് കണ്ണനോട്. പറ്റില്ലല്ലേ? അപ്പോൾ കണ്ണൻ എന്നോട് ഇഷ്ടമില്ല അല്ലേ? അതുകൊണ്ടല്ലേ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? ഞാൻ വഴക്കാ. ഇനി ഞാൻ ഒരാവശ്യവും പറഞ്ഞ് കണ്ണൻ്റെ മുന്നിലേക്ക് വരില്ല. സങ്കടപ്പെട്ട പപ്പിമോള് പോന്നത്. ഇത്രയൊക്കെ പപ്പിമോള് പറഞ്ഞിട്ടും കേൾക്കില്ല എന്ന് വെച്ചാൽ ഞാൻ ഇനി മിണ്ടില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഒരു പൂവന്ന് താഴേക്ക് വീഴുന്നു. ഒരു പുഞ്ചിരിയോടെ പപ്പി അത് കാണുന്നു. സന്തോഷമായിരിക്കുന്നുണ്ട് പപ്പിക്ക് അത് കാണുമ്പോൾ. പപ്പി ആ പൂ എടുക്കുന്നു. ഈ പൂ എനിക്ക് തന്നതാണോ? അപ്പോൾ എൻ്റെ പ്രാർത്ഥന കേട്ടു അല്ലേ? എനിക്കിപ്പോൾ ഉറപ്പായി ഈ കല്യാണം ആര് വിചാരിച്ചാലും നടക്കാൻ പോകുന്നില്ലെന്ന്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കണക്കാക്കണ്ട കേട്ടോ. ഞാൻ മിണ്ടുകയും ചെയ്യാം, വന്ന് പൂജിക്കുകയും ചെയ്യാം കേട്ടോ എന്നൊക്കെ പപ്പിമോള് പറയുന്നു. ഒരു പുഞ്ചിരിയോടെ പപ്പി അത് പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് താഴെ വിഷ്ണുവും രാഘവനും രോഹിതും പിന്നെ ശ്യാമയും പിള്ളച്ചേട്ടനും 4 പേരും സംസാരിച്ചിരിക്കുന്നവരോ. രാഘവൻ നായർ പറയുന്നുണ്ട്, എടാ ഇനി ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, നിന്റെ ജീവിതമാണ്. ഇനി തീരുമാനിക്കാനുള്ള അവകാശവും നിനക്കാണ് വിഷ്ണു എന്ന് വെച്ച് അമ്മയെ അനുസരിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അമ്മയാണെങ്കിലും ഞാനാണെങ്കിലും തെറ്റാണെന്ന് പറയാനുള്ള തൻ്റെ ഇടം നീ കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നീ അത് കാണിച്ചില്ലെങ്കിൽ പിന്നീട് നിനക്ക് നഷ്ടപ്പെടുന്ന നിമിഷങ്ങൾ ഓർത്ത് നിനക്ക് ദുഃഖിക്കേണ്ടി വരും. ശ്യാമ പറയുന്നു, വിഷ്ണുവേട്ടൻ്റെ മനസ്സിലെൻ്റെ കുഞ്ഞേച്ചിയാണ്. കുഞ്ഞേച്ചിയില്ലാതെ വിഷ്ണുവേട്ടൻ്റെ ജീവിതം പൂർണ്ണമാവില്ല. അത് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ അത് അറിയിക്കേണ്ട സമയത്ത് അത് അറിയിക്കേണ്ടവരെ അറിയിക്കണം. അതിന് വിഷ്ണുവേട്ടൻ തയ്യാറായേ പറ്റൂ. ഈ സമയം പപ്പി താഴേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് വിഷ്ണുവിൻ്റെ നെറ്റിയിൽ പ്രസാദം തൊട്ടു കൊടുക്കുകയാണ് പപ്പി. ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ. കണ്ണൻ വിഷ്ണു അച്ഛൻ്റെയും ചേച്ചിയമ്മയുടെയും ഭാഗത്താണെന്ന് പപ്പി പറയുന്നു. ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല എന്നും പപ്പി സന്തോഷത്തോടെ വിഷ്ണുവിനോട് പറയുമ്പോൾ അത് കേട്ട് ബാക്കിയുള്ള എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു. വിഷ്ണു പപ്പിക്കൊരു ചുംബനം കൊടുക്കുമ്പോൾ പപ്പിയും തിരിച്ച് വിഷ്ണുവിനും ചുംബനം കൊടുത്തു. കണ്ടോടാ, പപ്പിമോള് വരെ ഈ കല്യാണം മുടങ്ങിക്കാണാൻ പ്രാർത്ഥിക്കുകയാണ്. കൃഷ്ണ ഭഗവാൻ ഈ കുഞ്ഞിൻ്റെ പ്രാർത്ഥന കേൾക്കുമോ അതോ നിന്റെ അമ്മയുടെ വാശി കാണുമോ എന്ന് പറയുമ്പോൾ പപ്പി പറയുന്നുണ്ട്, കൃഷ്ണ ഭഗവാൻ എനിക്ക് വാക്ക് തന്നിരിക്കുകയാണെന്ന്. പപ്പിമോള് പറഞ്ഞാൽ പിന്നെ കേൾക്കാതിരിക്കാൻ പറ്റുമോ എന്ന് രാഘവൻ പറയുമ്പോൾ വീണ്ടും പപ്പി പറയുന്നു, ഒരു സംശയം വേണ്ട, ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. ഈ സമയത്താണ് ഭാമ അവിടേക്ക് വരുന്നത്. ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ആ വരവ്. പന്തലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ഫോണിലൂടെ. വിഷ്ണു എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ വിഷ്ണു നിൽക്കിയെന്ന് ഭാമ പറയുന്നുണ്ട്. പാചകക്കാരനുമായിട്ട് സംസാരിച്ചിട്ടാണ് പന്തലിന്റെ അളവ് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു മാറ്റവുമില്ല. പറഞ്ഞ സമയത്ത് കൃത്യമായി കാര്യങ്ങൾ ചെയ്താൽ മതി. പിന്നെ കതിർ മണ്ഡപത്തിന്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കണേ എന്നൊക്കെ ഭാമ. കാർത്തികയും അവിടേക്ക് ആ സമയം എത്തി. കല്യാണത്തിനുള്ള മാല, ബൊക്ക, പൂക്കൾ ഇതൊക്കെ നീയാണ് പറഞ്ഞിരിക്കുന്നത് രോഹിത്തെ. അതിൻ്റെ ആൾക്കാരെ വിളിച്ച് സമയവും ദിവസവും കൃത്യമായിട്ട് അവരെ അറിയിക്കണം എന്നൊക്കെ ഭാമ രോഹിത്തിനോട് പറയുന്നു. രോഹിത് മിണ്ടാതെ നിന്നപ്പോൾ എന്താടാ പറഞ്ഞത് കേട്ടില്ലേ എന്ന് ഒന്നുകൂടി ചോദിക്കുന്നു. അത് ഞാൻ പറഞ്ഞോളാം സത്യാമ്മയെന്ന് രോഹിത്. ആ സമയത്ത് കിടന്ന് ഓടാൻ വയ്യ, അതാ പിന്നെയും ഓർമ്മിപ്പിക്കുന്നത് എന്ന് ഭാമ പറഞ്ഞു. എടാ വിഷ്ണു, നീ എങ്ങോട്ടായി പോകുന്നത്? നീ അവിടെ നിൽക്കേ. കല്യാണ ഡ്രസ്സിന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നീയൊന്നും മറുപടി പറഞ്ഞില്ലല്ലോ. നീ ഇന്ന് പോകുന്നുണ്ടോ എന്നൊക്കെ ഭാമ. അല്ല, ഇന്നിപ്പോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഒരു പരിങ്ങലോടെ നിൽക്കുന്നു. പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ഭാമ ചോദിക്കുന്നു. നീ തനിയെ പൊക്കോളാം എന്നാണ് പറയുന്നതെങ്കിൽ അത് വേണ്ട, ഞാനും കൂടി വരുന്നുണ്ട്. കാർത്തികയും നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത് എന്ന് ഭാമ. എവിടെ കാർത്തിക എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെയുണ്ട് സത്യമേന്ന് കാർത്തിക പറയുന്നു. നീ ഇങ്ങോട്ട് നീങ്ങി നിൽക്കുമോളെ എന്ന് ഭാമ ഒന്നുകൂടി പറയുന്നുണ്ട്. അങ്ങനെ ഭാമയുടെ അരികിൽ കാർത്തിക നിൽക്കുന്നു. മോളെ, നീ റെഡിയായിക്കോ, ആവശ്യമുള്ള ഡ്രസ്സൊക്കെ 2 പേർക്കും വാങ്ങിക്കാം. പിന്നെ വരുന്ന വഴിക്ക് ആ ജ്വല്ലറിയിൽ ഒന്ന് കയറണം, ഡിസൈൻസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം എന്നൊക്കെ ഭാമ പറയുമ്പോൾ കാർത്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ കാർത്തിക കതിർ മണ്ഡപം വരെ എത്തി. ഇനിയൊന്ന് കാലെടുത്ത് വെക്കേണ്ട താമസമേ ഉള്ളൂ.
എന്നെ പടിയിറക്കി ശാലിനി ആ സ്ഥാനത്തേക്ക് കുടിയിരുത്താം എന്ന് ചിന്തിക്കുന്നവർക്ക് മുന്നിൽ തല ഉയർത്തി തന്നെ ഞാൻ പറയും, ഇത് ഞാൻ കള്ളങ്ങൾ കൊണ്ട് പൊക്കി കിട്ടിയ നേട്ടമാണ്. ഇനി ഇതിൽ ഒരാളും വന്ന് തലയിടാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി അഥവാ ആരെങ്കിലും വന്നാൽ സത്യാമ്മയെ മുന്നിൽ നിർത്തി ഞാനത് തരണം ചെയ്തോളാം. ഇനി എൻ്റെ സമയമാണ്. ഒത്തിരി പേരെ നിലയ്ക്ക് നിർത്താനായി ഈശ്വരൻ കനിഞ്ഞു തന്ന എൻ്റെ മാത്രമായ സമയം. ഇനി കാർത്തിക മനസ്സിൽ വിചാരിക്കുമ്പോൾ പപ്പി മനസ്സിൽ വിചാരിക്കുന്നു, എൻ്റെ കൂടെയുള്ളത് വിഷ്ണു ഭഗവാനാണ്, ഇത് നടത്തില്ല എന്ന കൃഷ്ണ ഭഗവാനാണ്, ഇത് നടത്തില്ല എന്ന് എനിക്ക് വാക്ക് തന്നിരിക്കുകയാണ്. എനിക്ക് ഉറപ്പുണ്ട് ആ വാക്ക് കണ്ണൻ തെറ്റിക്കില്ല. അതേ സമയത്ത് തന്നെ ശാലിയുടെ വണ്ടി അവിടെ എത്തിയിരിക്കുന്നു. വണ്ടിയിൽ നിന്നും രാജേന്ദ്രൻ ഒന്നിറങ്ങി. ആദ്യം തന്നെ തൊട്ടു പിന്നാലെ ശാലിയും പിന്നെ ശൈലജയും ഇറങ്ങി. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഓരോ പ്രാവശ്യം ശാലിനി ആ വീട്ടിലേക്ക് വരുമ്പോഴും നിരാശയോടെയാണ് തിരിച്ചു മടങ്ങേണ്ടി വരുന്നത്. ഇപ്പോൾ ശാലിനി തൻ്റെ ഇടത്തോടെ വീട്ടിലേക്ക് കയറി വരുന്നു. എല്ലാവരുടെയും മുന്നിലേക്ക് വന്നു നിന്നു. ചേച്ചിയമ്മ എന്ന് വിളിച്ചുകൊണ്ട് ശാലിനിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് പപ്പി, വളരെ സന്തോഷത്തോടെ തന്നെ. എല്ലാവരും ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. ഭാമ തന്നെ ആദ്യം വന്നു. കാർത്തിക ഇതുവരെ പുറത്ത് ഇറങ്ങിയിട്ടില്ലായിരുന്നു. എന്താ ശാലിനി, എന്തോ ഒരു പുതിയ കഥയും കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്ന് തോന്നുന്നല്ലോ. ആരാ ഇവര് എന്നെ ഭാമ പറയുമ്പോൾ അവളെ വിളിക്ക്, ആ കാർത്തികയെ ഞാൻ പറയുന്ന കഥയുടെ ബാക്കി പറയേണ്ടത് അവളാണെന്ന് ശാലിനി പറയുന്നു. മനസ്സിലാക്കാതെ അകത്ത് നിൽക്കുകയാണ് കാർത്തിക. പപ്പി നീ അകത്തേക്ക് പോയെന്ന് ഭാമ പപ്പിയോട് പറയുന്നു. സത്യാമ്മയെ ചേച്ചിയമ്മ എന്നൊക്കെ പപ്പി ശ്യാമയെ അവിടേക്ക് വിളിക്കുകയാണ് ഭാമ. ശ്യാമയെ ഇവളെ അകത്തേക്ക് കൊണ്ടുപോയെന്ന് ഭാമ പറയുന്നുണ്ട് ശ്യാമയോട്. എല്ലാവരെയും ഒന്ന് നോക്കിയതിന് ശേഷം ശാലിനിയും ഒന്ന് നോക്കുന്നുണ്ട് ശ്യാമ. എന്നിട്ട് വാ മോളെ എന്ന് പറഞ്ഞ് പപ്പിയുടെ കൈ പിടിച്ച് ശ്യാമ അകത്തേക്ക് പോകുന്നു. അവളും കൂടി കാണേണ്ട കാഴ്ചയായിരുന്നു സത്യാമ്മേ എന്ന് ശാലിനി പറയുന്നു. പിന്നെ കാർത്തികയെ ഭാമ അവിടേക്ക് വിളിച്ചു. കാർത്തിക അവിടേക്ക് വന്ന് ആ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുന്നു. കാരണം സ്വന്തം അച്ഛനും അമ്മയുമാണ് മുന്നിൽ നിൽക്കുന്നത്. കാർത്തികയെ കണ്ടപാടെ മോളെ എടി എന്ന് പറഞ്ഞ് ശൈലജ പോകാൻ തുടങ്ങിയപ്പോൾ രാജേന്ദ്രൻ ശൈലജയെ തടഞ്ഞു. നിൽക്കവിടെ എന്ന് പറഞ്ഞ്. ഇങ്ങോട്ട് വാ കാർത്തികയെ, ചോദിക്കട്ടെ എന്ന് ശാലിനി. ഈശ്വര കൃഷ്ണ, പരീക്ഷിക്കല്ലേ, എന്തെങ്കിലും പറയാൻ നല്ലൊരു കള്ളം എൻ്റെ മനസ്സിൽ തോന്നിക്കണേ. അറിയാത്തത് പറഞ്ഞാൽ ആരാണെന്ന് ചോദിക്കും, ആരാണെന്ന് പറഞ്ഞാൽ എല്ലാം തകരും, വനരും നിന്നതും എല്ലാം എന്നൊക്കെ കാർത്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരാൻ എന്നെ ശാലിനി പറയുന്നുണ്ട് കാർത്തികയോട്. അങ്ങനെ ഇപ്പോൾ കാർത്തിക അവിടേക്ക് വരുന്നു. നീ ഇവരെ അറിയുമോ എന്ന് ശാലിനി ചോദിക്കുന്നു. നിന്നോടാ ചോദിച്ചത്, നീ ഇവരെ അറിയാമോ ഇല്ലയോ എന്ന് ശാലിനി ഒന്നുകൂടി ചോദിക്കുന്നു. ശാലിനി നീ എന്താ പുതിയ നാടകം കളിക്കുകയാണോ? ഓ, കളക്ടർക്ക് ഇപ്പോൾ പോലീസ് പണിയുമുണ്ടോ എന്ന് ഭാമ ചോദിക്കുന്നു. കള്ളന്മാരെ ചോദ്യം ചെയ്യുന്നത് പോലെയാണല്ലോ നിന്റെ നിപ്പും ഭാവവും. അത് ഈ വീട്ടിൽ വേണ്ട എന്നും ഇത് എൻ്റെ മകൻ വിവാഹം ചെയ്തു കൊണ്ടുവന്ന പെണ്ണാണ്, സത്യഭാമയുടെ മരുമകൾ എന്ന് സത്യഭാമ പറയുമ്പോൾ ശാലിനി പറയുന്നു, അത് ഇപ്പോൾ ഇത് മാനത്ത് നിന്ന് പൊട്ടി വീണതൊന്നും അല്ലല്ലോ. ഇവിടെ എത്തുന്ന മുമ്പ്, അതായത് ആ നിൽക്കുന്ന വിഷ്ണുവേട്ടൻ കണ്ടെത്തുന്നത് വരെ ഇവൾ എവിടെയായിരുന്നു? ജനിച്ചത് എവിടെ? മാതാപിതാക്കൾ ആര്? പറയട്ടെ ഇവള് എന്ന് ശാലിനി ചോദിക്കുന്നു. കാർത്തികയുടെ അടുത്തേക്ക് വന്നാണ് ശാലിനി ചോദിക്കുന്നത്. പറയ് കാർത്തിക എന്ന് ശാലിനി കാർത്തികയോട് ചോദിക്കുന്നു. നിന്റെ അച്ഛനും അമ്മയും എവിടെ? നിനക്ക് ഇവരെ അറിയാമോ എന്നൊക്കെ ശാലിനി ചോദിക്കുമ്പോൾ ടെൻഷനോടെയും എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് കാർത്തിക. പറയടി എന്ന് ശാലിനി ഒന്നുകൂടി ദേഷ്യത്തോടെ ചോദിച്ചു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.